എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ ജോലിയൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ ഓർത്തത് ഇനി നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കാം. അപ്പം എന്തായാലും കുറച്ച് പച്ചരി വെള്ളത്തിലേക്ക് ഇടാന്ന് എഴുതിയിട്ട് വന്നതാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ അല്ലേ? ഒരു വീട്ടിൽ എനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കാളേറെ പെണ്ണുങ്ങളാണ് പിറ്റേ ദിവസത്തെ കാര്യത്തിനെ കുറിച്ചൊക്കെ കുറെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കാരണം രാവിലെ ആകുമ്പോൾ ഇവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റും അതും ഇതൊക്കെ കൊടുക്കണ്ടേ. അപ്പം എന്തായാലും ഞാനിപ്പം ഒരു 2.5 കപ്പ് പച്ചരി കഴുകി ഇനിയിപ്പം കുതിരാനായിട്ട് വെക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഇഡ്ഡലി, ദോശ, അപ്പം ഇതിനൊക്കെ നമ്മൾ അരച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുറേ സമയം കിട്ടുന്നത് പോലെ ഫീൽ ചെയ്യും അല്ലേ? അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ എന്നും ഒരേ തരം ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പം സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മടുപ്പ് തന്നെ ആയിരിക്കും. ഇപ്പൊ പിന്നെ ഇടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അത്ര അധികം മുൻപത്തെ ഉണ്ടായിരുന്നതിന്റെ അത്രയും അധികം ചൂടില്ല അല്ലേ? ഇപ്പൊ നമ്മള് അപ്പത്തിനൊക്കെ അരച്ച് വെക്കുകയാണെങ്കിലും ആ ചൂടുള്ള സമയത്ത് നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് പൊങ്ങി കിട്ടി. ഇപ്പൊ അങ്ങനെയല്ല, കുറച്ച് താമസം വരുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഇപ്പൊ ക്ലൈമറ്റ് ആകെ ചേഞ്ചായി വരികയാണല്ലോ. അപ്പൊ ഞാൻ ഇതാ അരി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ കുതിരാനായിട്ട് അടച്ചൊന്ന് മാറ്റി വെക്കണേ. അല്ലെങ്കിൽ പിന്നെ ഇനി അരച്ചെടുത്താൽ മതിയല്ലോ. വൈകുന്നേരം ആയപ്പോഴേക്ക് ഇതാ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായി. ഇപ്പോൾ ഫാബിമോൾ അന്ന് സനക്കുട്ടിയും ഫാബിമോളും വീണ് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയതല്ലാതെ വേറൊരു ആവശ്യമായിട്ട് ഒന്ന് സാധനം വാങ്ങിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ കേട്ടോ. വേണ്ട സാധനങ്ങൾ നിസ്സാറിക്കാൻ വാങ്ങിച്ചുകൊണ്ട് തരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു ഫാബിമോളുടെ അടുത്ത്, മോളൊന്ന് എന്നാൽ വീട്ടിൽ റെസ്റ്റ് ചെയ്യ്, ഞാനും പാപ്പായും ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പം ഇല്ല, അവൾക്ക് ഒരേ നിർബന്ധം ഞങ്ങളുടെ കൂടെ വരണം എന്ന്. അപ്പോൾ പിന്നെ പിള്ളേരല്ലേ, അവരും ആഗ്രഹിക്കുന്നതല്ലേ, എങ്കിൽ പിന്നെ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് സനക്കുട്ടി അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം വരാൻ നിൽക്കുകയായിരുന്നു കേട്ടാ. അപ്പോൾ വെളിയിലിറങ്ങിയപ്പോഴേക്ക് അത്യാവശ്യം നല്ല മഴക്കോളുണ്ടേ. അപ്പം ഇനിയിപ്പോൾ പോണടുത്ത് എങ്ങനെ കാര്യം നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോഴേ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറുതായിട്ട് ആ ഒരു മഴക്കാറ് മങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് വീണ്ടും മഴ പെയ്യുന്നുണ്ടേ. സനക്കുട്ടി കേറിയില്ലേ? എന്തോളെ ടാറ്റ. സനക്കുട്ടി ടാറ്റ പോയിട്ട് എത്ര ദിവസമായില്ലേ സനക്കുട്ടി? പിന്നെ പലരും ഫാബിമോൾക്ക് എങ്ങനെയുണ്ട്, ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇനി സൂക്ഷിക്കണം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെ സംഭവിക്കാം എന്നാണ്, ഇങ്ങനെ സംഭവിക്കുന്നവർക്കൊക്കെ വീണ്ടും വീണ്ടും ഇതുപോലെ സംഭവിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ആ വീഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സനക്കുട്ടിയാണ് ഫോഴ്സായിട്ട് വന്ന് വീണതെന്ന് തന്നെ പറയാം. മുഖം അടിച്ചല്ലേ വന്ന് വീണത്. പിന്നെ പടച്ചവന്റെ കാവലുള്ളത് കൊണ്ട് എന്തോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയും പടച്ചവൻ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോൾ നമ്മളിവിടെ എത്തി. എവിടെ കുത്തിരി കണ്ടെത്തി കേട്ടോ. അപ്പം എൻ്റെ അനിയൻ എനിക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് എനിക്ക് ഷെയർ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ സലു എനിക്ക് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വന്നൊന്ന് നോക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്ക് ഒരാളിന് 50 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ മഴ നനയത്തും ഒന്നുമില്ല. അപ്പം ഞാൻ ഫാബിമോളുടെ അടുത്ത് പറയുന്നുണ്ട്, മോക്ക് നടക്കാൻ പറ്റിയാൽ മാത്രം നടന്നാൽ മതി. ഈ അവിടെ ചെയർ കിട്ടുമ്പോഴേക്കും ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പം അവൾക്ക് ഇതെല്ലാം കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് നോക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ കാണാൻ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം എനിക്ക് ഈ ഇതുപോലെയുള്ള സ്റ്റോളൊക്കെ വരുമ്പോഴേക്ക് എന്തായാലും ഇപ്പം നമുക്ക് വയ്യായികയുണ്ട്, അസുഖമുണ്ട്, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ കാര്യങ്ങൾ അങ്ങ് നമ്മൾ ചെയ്തു പോകുമ്പോൾ നമ്മുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ്. അപ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വേദനകളൊക്കെ നമ്മൾ മറക്കും ഇതൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ. അവിടെ കണ്ടോ, ഇതിപ്പോൾ ലൈവായിട്ട് അവരിങ്ങനെ ഈ പറഞ്ഞാണ്ടി തല്ലുന്നത് കാണിക്കുകയാണ്. പഴയ കാലത്തല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് പറയുകേട്ടോ, അതായത് കണ്ടിട്ടുള്ളവർ. ഞാനൊക്കെ എൻ്റെ വാപ്പയുടെ വീട്ടിലും ഉമ്മയുടെ വീട്ടിലും ഒക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ബെഡ്ഷീറ്റിൻ്റെ സ്റ്റോള് അങ്ങനെയാണ്. അപ്പം എനിക്കിങ്ങനെ നോക്കി കാണാനാണ് ഇഷ്ടം കേട്ടോ. പിന്നെ അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്ക് ഇത് അവർ ചൂടോട് കൂടിയിട്ട് പപ്പടം പൊരിച്ച് തന്നതാണ് കേട്ടോ. അപ്പം ചൂടോടുകൂടി ആയതുകൊണ്ട് എൻ്റെ കൺമുന്നിൽ വെച്ചാണ് അവരത് ഫ്രൈ ചെയ്ത് തന്നത് കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
എങ്കിൽ പിന്നെ ഈ ഒരു പപ്പടം വാങ്ങിക്കാന്ന് കരുതി. അപ്പൊ ഗാർലിക്കിൻ്റെതും ചില്ലിയുടേതുമാണ് വാങ്ങിച്ചത്. അവിടെ ഫാബിമോളെ ഇരുത്തിയിട്ടാണ് ഓരോ സ്ഥലത്തെത്തുമ്പോഴേക്കും ഞാൻ ഓരോ ചെയർ തേടി പോകലായിരുന്നു എൻ്റെ പണിയേട്ടാ. അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടാണ് ഞാൻ ഇതെല്ലാം നോക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഈ ഒരു ചിരട്ടയുടെ അതായത് ബൗളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു പുട്ടുക്കുറ്റി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പുട്ടുക്കുറ്റി അവരുടെ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും വാങ്ങിയില്ല, ഇതുവരെയും ഒന്നും വാങ്ങിയിട്ടില്ല, പപ്പടം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഈ കണ്ടു പോവാൻ ഒരിഷ്ടം തന്നെയാണ്. മെയിനായിട്ട് വന്ന കാര്യം ഇതിനാണ് കേട്ടോ. കാരണം ഇവിടെ കുറേ ക്രോക്കറി കളക്ഷൻ ഉണ്ട്. അപ്പൊ ഇൻസ്റ്റാ റീലിലുള്ളതാണ് എനിക്ക് അനിയനും സൽമാനും ഒക്കെ ഫോർവേഡ് ചെയ്ത് തന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്ക് ശരിയാണ്, നല്ല ഭംഗിയുള്ള ഇതുപോലെയുള്ള ഭരണികളും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ വിലയാണെങ്കിലോ ഭയങ്കര വില കേട്ടോ. അപ്പൊ ഇത് കാണാൻ ഭയങ്കര രസമുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കായിരുന്നു. അപ്പം ഒരുമാതിരി ഇങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ വില എനിക്ക് അത്യാവശ്യം അറിയാം. കാരണം ഈ ഒരു ക്രോക്കറി ഐറ്റംസ് ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ആണ് ഇതിന്റെയൊക്കെ വിലയൊക്കെ അറിയുന്നത്. അപ്പൊ നോക്കുമ്പോൾ നല്ല വിലയുണ്ട് കേട്ടോ. അപ്പം വാങ്ങിക്കത്തൊക്കെ നമുക്കിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്ര വെർത്തല്ല. അപ്പൊ എനിക്ക് പലപ്പോഴും ഈ പല ഇൻസ്റ്റയിലൊക്കെ കാണുന്ന റീൽസ് ഒക്കെ കാണുമ്പോഴേക്കും എനിക്ക് തോന്നിപ്പോകും കേട്ടോ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളിലല്ല പലരും പറയണത്. അപ്പൊ 50 രൂപ മുതൽ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാം ഞാൻ അന്വേഷിച്ച സംഭവം എല്ലാം 1000 എബോ ഉള്ളതാണ്. പിന്നെ താഴെ ഉള്ളത് എത്ര 250 രൂപ അങ്ങനെ ഏതാണ്ടാണ് ഒരു സ്റ്റാർട്ടിങ് തന്നെ പറയുന്നത്. ഇവിടെ ചോദിച്ചപ്പോൾ അവർക്ക് തന്നെ ഒരു ധാരണയില്ല, ഹിന്ദിക്കാരാണ് കേട്ടോ. അപ്പൊ ഞാന് വെറുതെ വന്നതല്ലേ ഫാബിമോളെ സനക്കുട്ടിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടോ, വന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കണം. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെർത്താണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ ഇങ്ങനെ സ്റ്റോളിലേക്ക് വന്ന് സെയിൽ ചെയ്യുന്നതല്ലേ, അപ്പം ചിലപ്പം പുറം കാഴ്ച മാത്രമായിരിക്കും ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പം പിന്നെ ഞാൻ വാങ്ങിയില്ല കേട്ടോ. എന്നിട്ട് നമ്മളിതാ അടുത്ത ഇതിലേക്ക് വന്നപ്പോഴേക്കും നിറയെ പൂക്കളും ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പൊ സനക്കുട്ടി അവിടെ നിർത്തിയപ്പോൾ നോക്കിക്കേ വന്ന് നിൽക്കുന്നത്. അപ്പൊ അവള് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് പൂവെന്ന്. മഴ പെയ്തിട്ട് ഇവിടെ പിന്നെ ഇവര് മാറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ അധികം വൃത്തികേടൊന്നുമില്ല. എന്നാലും സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ സ്ലിപ്പാവും കേട്ടോ. അപ്പൊ ആ പൂക്കളുടെ ഇടയിൽ നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയാണേ. പിന്നെ അവളിങ്ങനെ പൂ ഇങ്ങനെ പിച്ച് പറിക്കത്തൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പൂവെന്ന് പറയുകയാണേ. പിള്ളേർക്കൊക്കെ ഇതൊക്കെ നല്ല ഇഷ്ടമാവുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളുടെ ബാലരമയിലെ കാർട്ടൂൺ കഥാപാത്രങ്ങളെല്ലാം ഇതുപോലെ ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിന്ന് ഫോട്ടോസിനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. ഇത് കണ്ടപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്കാണ് പോയത് കേട്ടോ. പണ്ടൊക്കെ ബാലരമ വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അന്നൊന്നും മൊബൈലും ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ചെറുതായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ബാലരമ, കാർട്ടൂൺ ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ പഴയ കാലം? ശരിക്കും കുട്ടാപ്പൻ, ലുട്ടാപ്പി, മായാവി. എനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പം ഞാൻ പറഞ്ഞില്ലേ, സനക്കുട്ടിയെ ഇങ്ങനെ കാണിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ചെറുപ്പകാലത്തേക്കാണ് പോയത്. അന്ന് ഇതുപോലെ ബാലരമ വരുന്നതും കാത്തിരിക്കും അതൊന്ന് വായിക്കാനായിട്ട്. എന്ത് രസമായിരുന്നു അന്നത്തെ ആ ഒരു കാലം. പിന്നെ ടി വിയിൽ എടുത്തു കഴിഞ്ഞാൽ അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതില് ജയന്റ് റോബോട്ട്, അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു സിനിമയാണ് ചാനലിൽ വരുന്നത്. അതൊക്കെ ആ ഒരു ഓർമ്മകളിലേക്കൊക്കെയാണ് അങ്ങ് പോയത്. പിന്നെ വീണ്ടും നമ്മളിതേ അടുത്തൊരു സ്റ്റോളിലേക്കാണ് അവിടെ നിന്ന് വന്നിറങ്ങുമ്പോൾ ഇറങ്ങുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഈ ഒരു സ്റ്റോളിലേക്ക് വന്നിട്ട് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കാരണം അങ്ങനെ ഭയങ്കര ബോവെന്ന് പറയാനായിട്ടൊന്നും ഉള്ളതായിട്ടൊന്നും എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കിതാ ഇനിയും കാത്തിരിക്കുന്ന വെള്ളത്തിലിട്ട പച്ചരിയാണ്. അപ്പൊ ഇതിനി ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഞാൻ അത് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുത്തു. ചില സമയം ഇങ്ങനെയാണ് കേട്ടാ, നമുക്ക് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഞാനൊന്ന് കഴുകിയെടുക്കുകയും. പിന്നെ ഇതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറ് ഇതുപോലെ അരിയും തേങ്ങയും അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടാ. ഈ ഒരു സ്പൂണിൽ ഒരു സ്പൂണ് ചോറും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം ഞാനിവിടെ തേങ്ങാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങ പൊട്ടിച്ച വെള്ളം ഞാൻ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വെള്ളത്തിൽ നമ്മൾ അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇനിയിപ്പോൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പൊ തേങ്ങ അരച്ചത് ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കും. പിന്നെ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ പിന്നെ അരച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ കാര്യം പിന്നെ എന്ത് പലഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ആലോചിച്ചും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടച്ചൊന്ന് മാറ്റി വെക്കാനേ കേട്ടോ. ഇനി രാവിലെ മാത്രമേ ഇത് എടുക്കത്തുള്ളൂ. മഴയോട് കൂടിയിട്ടുള്ള പ്രഭാതമാണ് ഇന്ന്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഇതാ നല്ല മഴ കേട്ടോ. ഇത് ഇങ്ങനെ നോക്കി നിന്നപ്പോഴേക്ക് ശക്തി കൂടുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആ ക്ലൈമറ്റ് അങ്ങ് മാറി കേട്ടോ. പിന്നെ ഞാൻ ഇതാ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് അപ്പുറത്തിരിപ്പുണ്ട്. ഇതിപ്പോൾ ഞാൻ രാത്രി കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് രാവിലെ ആകുമ്പോഴേക്ക് പെട്ടെന്ന് കറിയാക്കാൻ പറ്റുമല്ലോ. അത് അരച്ച് വെച്ച മാവാണേ. ഇത് ഇതാ കണ്ട അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിൽ തേങ്ങാവെള്ളം ചേർത്ത് അരച്ചെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കറക്റ്റ് ഇതിന് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിലേക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒക്കെ ചേർക്കാം. ഇത് അതൊന്നും ഇല്ലാത്ത നല്ലൊരു അപ്പം തന്നെയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കുക്കർ എടുത്ത് വയ്ക്കുകയാണ്. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പിന്നെ തലേ ദിവസം കുതിർത്ത് വെച്ചതായതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മളിത് വേവിച്ചെടുക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളകാണ് ഞാൻ കീറിയിട്ട് കൊടുക്കുന്നത്. നമ്മളുടെ എരിവിൻ്റെ പാകത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലി ഒന്ന് ചതച്ചിട്ടിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്ക് ഇങ്ങനെയുള്ള കറിയൊക്കെ അപ്പത്തിനും ഇടിയപ്പം അല്ലെങ്കിൽ നമ്മൾ ഒറട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ പറ്റിയൊരു കറി തന്നെയാണ് കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് 2 വിസിൽ വരെ, കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് വേണമെങ്കിലും ഈ കറി എടുക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിനുള്ള കറി തന്നെയാണ്. ഇപ്പം തലേ ദിവസം നമ്മൾ കടല ഇടുന്നത് പോലെ ചെറുപയർ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രഷർ കുക്കറിൽ പോലും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് പെട്ടെന്ന് ജോലി ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ അരപ്പ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വേണം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കേട്ടോ. അത് ഞാനിവിടെ ചിലപ്പോൾ 2 ചേർക്കും, അതല്ലെങ്കിൽ 1 ചേർക്കും. പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലി, 1-2 വെളുത്തുള്ളി അല്ലി. വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് നല്ലതല്ലേ. കുറച്ച് ചെറിയ ജീരകവും ലേശം മഞ്ഞപ്പൊടി. ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. ഓരോ ജോലി ഇങ്ങനെ ആകുമ്പോഴേക്ക് കറിയായി കഴിഞ്ഞാൽ പിന്നെ അപ്പം ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ പിന്നെ ചൂടോട് കൂടിയിട്ട് അപ്പവും കറിയും കൂടി കഴിക്കാമല്ലോ. അപ്പം അല്ലാതെ ഞാൻ ആദ്യം അപ്പം ചുട്ടെടുത്തിട്ട് പിന്നെ കറി ഉണ്ടാക്കത്തില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതുപോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചൂടോടുകൂടി തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാനിവിടെ അരപ്പ് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാ ഇവിടെ വിസിൽ കേട്ടു. അപ്പം ഞാൻ 2 വിസിൽ വരെ അത് വേവിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനെടുത്ത മിക്സി ഒന്ന് തുടച്ചൊന്ന് മാറ്റി കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും മിക്സി എടുത്തു കഴിഞ്ഞാലും അരച്ച് കഴിയുമ്പോഴേക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ആ ഒരു എന്ത് പറയാൻ അരപ്പൊക്കെ വീണിട്ട് ആകെ നാശമായിട്ടിരിക്കും. അപ്പോഴും തന്നെ നമ്മൾ തുടച്ച് മാറ്റുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയം ഒരുപാട് പണികളൊന്നും വരത്തില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയത്തില്ല, ഞാനിങ്ങനെ കൗണ്ടർ ടോപ്പിലല്ല മിക്സി വെച്ചിരിക്കുന്നത്, കബോർഡിനകത്താണ്. ആവശ്യത്തിന് മാത്രം മിക്സി എടുക്കും, ഉപയോഗിക്കും, ഇതുപോലെ തുടച്ച് മാറ്റി വെക്കും. അപ്പം നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് സ്ഥലം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അത് വിസിൽ കേട്ടപ്പോഴേക്കും ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട്. അപ്പം ഈ ഒരു അപ്പച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇൻഡസ് വാലിയുടെ അപ്പച്ചട്ടിയാണ് കേട്ടോ. നമ്മൾ ഏത് തരം അപ്പച്ചട്ടി ഉപയോഗിച്ചാലും എനിക്ക് തോന്നുന്നു ഞാൻ ബ്രാസിൻ്റെത് ഉപയോഗിക്കാറുണ്ട്. നോൺ സ്റ്റിക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ബ്രാസിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോഴും എനിക്ക് ഏറ്റവും നമുക്കൊരു കംഫർട്ട് തോന്നുന്നത് ഇതുപോലെ കാസ്റ്റ് അയണിൻ്റെ അപ്പച്ചട്ടി തന്നെയാണ് കേട്ടോ. മറ്റതും ഒക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടം ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മളുടെ ചെറുപയർ വെന്തിട്ടുണ്ട്, അതിലേക്ക് നമ്മളുടെ ഈ അരപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് പുട്ടിന് വരെയും ഈ ഒരു കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കോണം കേട്ടോ. പിന്നെ ചിലർ താളിച്ചിടുമ്പോൾ തക്കാളിയും കൂടി ചേർത്ത് താളിച്ചിടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഉപ്പ് കുറവെന്ന് തോന്നിയോണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടാ. ഇനിയിപ്പം ഇത് ഒന്ന് തിളച്ചാൽ മാത്രം മതി, ഒരുപാട് ഇത് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല കേട്ടോ. താളിക്കാൻ നോക്കുമ്പോഴാണ് കറിവേപ്പില ഞാൻ എടുത്തത് തീർന്നു പോയി കേട്ടോ. ഇപ്പം മഴ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ അങ്ങനെ ഇളക്കി വെക്കാറില്ല കേട്ടോ. ഈ അത്യാവശ്യത്തിന് ഇവിടെ വന്ന് ഇങ്ങനെ ഒടിച്ചോണ്ട് പോവാണ് ചെയ്യണത്. പിന്നെ ഞാൻ
എപ്പോഴും പറയും എൻ്റെ കറിവേപ്പിലയുടെ ഇലയെല്ലാം പോയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് നല്ലത് നോക്കി വേണം പറിച്ചെടുത്തുകൊണ്ട് വരാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇനി പോയിട്ട് കറിവേപ്പില തൈ വാങ്ങിച്ചുകൊണ്ട് വരാനുള്ളത്. അപ്പം എന്താ നമ്മളുടെ കറി കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇത് താളിച്ചിട്ടാൽ മാത്രം മതി കേട്ടോ. എപ്പോഴും നമ്മൾ ഈ താളിക്കുന്നത് താളിച്ച് കറികളിലേക്ക് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചില കറികളിൽ നമ്മൾ അങ്ങനെ താളിച്ച് ചേർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കേ, നമ്മൾ ഈ ഇൻസ്റ്റാ റീൽസിലൊക്കെ ഓരോരുത്തർ ഓരോ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ കാണാറില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൂടെ എന്നുള്ളത്. ഈ നമ്മുടെ തിരുവനന്തപുരത്ത് കാണിക്കുമ്പം ഞാൻ എപ്പോഴും നിസ്സാറിക്കടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇത് ശരി അവർ പറയുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര നല്ല ഫുഡായിരിക്കും, ഒന്ന് പോയി കഴിച്ചു നോക്കാന്ന് എഴുതി നിസ്സാറിക്കടുത്ത് പറഞ്ഞ് അങ്ങനെ പോയി കഴിച്ചു നോക്കാറുണ്ട് കേട്ടോ. അപ്പോഴാണ് സത്യമായിട്ട് മനസ്സിലാവണത് ഇവർ ഈ റീൽസിലൊക്കെ കാണിക്കുന്നത് ചുമ്മാതാണ്. ഇല്ലാന്ന് പറയില്ല, അതിൽ വിരളമായിട്ട് ചില സ്ഥലങ്ങൾ മാത്രമേ നല്ല ഫുഡ് നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. ബാക്കിയൊക്കെ എന്തോ എനിക്ക് എനിക്കങ്ങനെ വലിയ ഒരു ഹൈപ്പൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പല സ്ഥലങ്ങളും അവരാ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മൾ പോയി ഫുഡ് കഴിക്കുമ്പോഴാണ് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായി നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം കേട്ടോ. അപ്പം ഞാൻ അപ്പച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് മാവ് കോരി ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ ഞാൻ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തേങ്ങാ വെള്ളത്തിൽ അരച്ച് പുളിപ്പിച്ച് എടുത്ത മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ചില കുറവുകൾ ഇതായിപ്പോൾ കാണുന്നുണ്ട് അപ്പം. അപ്പം ഇതിനി കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അപ്പം തന്നെ കിട്ടും, ഹോൾസ് ഒക്കെ വന്നിട്ട്. ഇപ്പം എനിക്കിപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ട് വേണമല്ലോ. അപ്പം ഇന്നലെ നല്ല മഴയും അല്ലായിരുന്നു രാത്രി, അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം അല്ലെങ്കിൽ നല്ല ചൂട് ക്ലൈമറ്റിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കും ഈസ്റ്റ് ഇടാതെയും സോഡാപ്പൊടി ഇടാതെ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കണത് ഒന്ന് കാണിച്ചു തരുമെന്ന്. പല പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പം ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും അപ്പം ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ വീഡിയോ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുകൊണ്ട് ഉപകാരപ്പെട്ടാലോ, അത്രേ ഞാനും ചിന്തിച്ചുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പവും പയറുകറിയാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്താൽ മാത്രമല്ല കേട്ടോ, എനിക്കൊന്ന് ഫീഡ്ബാക്കും തരണം. പിന്നെ ഞാൻ ആദ്യം പറയേണ്ട കാര്യമാണ് ഇപ്പൊ അവസാനം പറയാൻ പോണത്. അപ്പൊ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത് നമുക്ക് നല്ല റെസിപ്പി അടിപൊളി വ്ളോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.